ഈ ഒരു ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ വനംവകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം DFOയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഇന്ന് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയ കാര്യം ഇവിടെ DFO വായിക്കും. സ്വാഭാവികമായി നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഇനിയും പറയാനുണ്ട്. പക്ഷെ തൽക്കാലം ഇന്ന് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കി അദ്ദേഹം വായിക്കും. അത് വായിക്കുന്ന DFO ക്ഷണിക്കുകയാണ്. ദൗർഭാഗ്യകരമായ ഒരു മരണമാണ് ഇന്നിവിടെ കടുവയുടെ ആക്രമണത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൈറ്റിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ വനംവകുപ്പിന്റെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇന്ന് ഒരു ഒപ്പിട്ട് നൽകുന്ന ഒരു ഉറപ്പാണ്. ഒന്ന് വായിക്കാൻ ഞാനത്. കാളികാവ് പഞ്ചായത്ത് അടയ്ക്കാക്കുണ്ട് ഭാഗത്ത് ഇന്ന് രാവിലെ 7:15 പാറശ്ശേരി റാവുത്തൻകാട് ഭാഗത്ത് റബ്ബർ എസ്റ്റേറ്റിംഗ് ടാപ്പിംഗ് നടത്തിവരവേ കടുവയുടെ ആക്രമണത്തിൽ KP ഗഫൂർ എന്ന യുവാവ് അതിദാരുണമായി കൊലപ്പെടുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് കർഷകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് സഹായധനമായി നൽകുന്ന 10 ലക്ഷത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ നാളെ തന്നെ ഇദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് കൊടുക്കുവാൻ തീരുമാനമായിട്ടുള്ളതാണ്. കൂടാതെ ബാക്കി 5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ നൽകും. അതിനും തീരുമാനമായി. ഇതുകൂടാതെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഇത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററാണ്, ഒരു സംസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ദുരന്തമാണ്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന 4 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് ഇന്ന് തന്നെ ഞങ്ങൾ അതിനുള്ള കത്ത് നൽകുന്നതാണ്. മരണപ്പെട്ട ശ്രീ ഗഫൂർ വളരെ നിർധന കുടുംബത്തിലെ അംഗമാണ്. ഭാര്യയും 3 കുട്ടികളും സ്ട്രോക്ക് വന്ന് ചികിത്സയുള്ള മാതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഗഫൂർ. ആയത് പരിഗണിച്ച് ടിയാന്റെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് അടിയന്തരമായി വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുവാനും നിർധന കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിച്ച് ടിയാന്റെ ആശ്രിതർക്ക് സർക്കാരിൽ നിന്ന് സ്ഥിരം ജോലി നൽകുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ നൽകുന്നതാണെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഒരാളുടെ മരണത്തിനിടയാക്കി കടുവയെ പിടികൂടുവാൻ വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും കടുവയെ മയക്കുവടി വച്ച് പിടിക്കുവാനുള്ള 25 പേരടങ്ങുന്ന വിദഗ്ധ സംഘം ഓൾറെഡി തിരിച്ചു കഴിഞ്ഞു. ഈ കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. അല്ല, വൈക്കോട് വെക്കാൻ വേണ്ടേ? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു സർക്കാർ ജോലി നൽകണമെങ്കിൽ ഞാൻ പറയട്ടെ, സർക്കാർ ജോലി നാളെ തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, സർക്കാർ ജോലി കൊടുക്കണമെങ്കിൽ സർക്കാർ തീരുമാനം വേണം. ഞങ്ങളെ ഇതിനകത്ത് ഞാൻ ഗവൺമെന്റിനോട് ശക്തമായി ആവശ്യപ്പെടുന്നത്, ഗവൺമെന്റിൽ മന്ത്രി തന്നെയാണ് 1-ാം പ്രതികളായിരുന്ന തർക്കമില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞാണ്. പക്ഷെ ഇവിടെ 2 മാസം കഴിഞ്ഞിട്ടും മുമ്പും കടുവ സാന്നിധ്യമുണ്ട് എന്ന് വ്യക്തമായി തന്നെ ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി നിയമസഭയിൽ പറഞ്ഞപ്പോൾ അത് വനം വകുപ്പിന് ബോധ്യപ്പെട്ടിട്ടും ഇവിടെ അതിനെ കടുവയെ പിടിക്കാനുള്ള ഒരു നടപടിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് ഗുരുതരമായ വീഴ്ചയായിട്ട് തന്നെ കാണുകയാണ്. അതിന് ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഗവൺമെന്റിനോട് ശക്തമായിട്ട് ഞാൻ പറയട്ടെ, ശക്തമായ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ എഴുതിയ 3-ാമത്തെ കാര്യം, ആ എഴുതിയ 3-ാമത്തെ കാര്യത്തിലും 2-ാമത്തെ കാര്യത്തിലും 14 ലക്ഷം രൂപയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ 14 ലക്ഷം രൂപ പോരാ, കൂടുതൽ സഹായം നൽകണം എന്ന് ഗവൺമെന്റിനോട് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ എന്തെഴുതിയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ്.
അത് ഞങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളത് കാണിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒരു രീതിയിലും നിങ്ങളെ പ്രയാസപ്പെടുത്തുവാനോ നിങ്ങളെ ഏത് രീതിയിലും ഉപദ്രവിക്കാനല്ല ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഒരു പുലിയെ പിടിച്ച് ഒരു മനുഷ്യനെ കൊന്ന കടുവയെ പിടിച്ച് കടുവ എങ്ങനെ പിടിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുന്നുണ്ടെങ്കിലും കടുവയെ ഞങ്ങൾക്ക് ഇറക്കി വിടാൻ കഴിയില്ല എന്ന് ഞാൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ചായാലും ഏത് രീതിയിലായാലും കടുവ കഴിയില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു മിനിറ്റ്, ഞാനത് അതെ ഞാൻ പറഞ്ഞതല്ലാണ്ട് ഓക്കെ, നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. കടുവയെ പിടികൂടും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കടുവയെ പിടികൂടി കൊല്ലണം എന്നതുകൂടി പറയണമെന്നല്ല പ്രതിഷേധം അവർ തുടരുന്നത്.